ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ ഹാപ്പി പാരന്റിംഗ് ചലഞ്ചിന്റെ വിജയകരമായ 3-ാം ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 2 ആഴ്ച നമ്മൾ സ്നേഹവും സമാധാനവും കണ്ടെത്താനാണ് ശ്രമിച്ചതെങ്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മക്കളുടെ വളർച്ചയും പഠനവും മെച്ചപ്പെടുത്താനാണ്. മക്കളുടെ പഠന കാര്യത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഈ 7 ചലഞ്ചുകൾ ഈ ആഴ്ച നമുക്ക് ഏറ്റെടുക്കാം. ചലഞ്ചുകൾ ഓരോന്നായി നോക്കാം. ഡേ 15 റോൾ റിവേഴ്സൽ. 15-ാം ദിവസം നമുക്കൊന്ന് റോൾ മാറ്റി പിടിക്കാം. കുട്ടികൾ അധ്യാപകരാകട്ടെ, നിങ്ങൾ അവരുടെ വിദ്യാർത്ഥിയും. അവർക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ പറയൂ. ഇത് അവരുടെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിക്കും. ഡേ 16 ബിൽഡിംഗ് ബ്ലോക്സ്. 16-ാം ദിവസം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന കളികളിലേതാണ്. പസിലുകളോ ബ്ലോക്കുകളോ ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ രൂപങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിർമ്മിക്കുക. അവരുടെ സർഗാത്മകത അവിടെ വളരട്ടെ. ഡേ 17 ഹെൽപ്പിംഗ് ഹാൻഡ്സ്. 17-ാം ദിവസം അവർക്ക് ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകാം. വീട് അടുക്കി വെക്കുന്നതിലോ തുണി മടക്കുന്നതിലോ അവരുടെ ചെറിയ സഹായങ്ങൾ ചോദിക്കുക. ഇത് അവരെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും. ഡേ 18 ഡ്രീം ടോക്ക്. 18-ാം ദിവസം അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വലുതാകുമ്പോൾ ആരാകാനാണ് അവർക്ക് ഇഷ്ടം? അവരുടെ കൊച്ചു കൊച്ചു മോഹങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഡേ 19 ക്യൂരിയോസിറ്റി. 19-ാം ദിവസം അവരുടെ സംശയങ്ങൾക്കുള്ളതാണ്. കുട്ടികൾ ചോദിക്കുന്ന എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മടുപ്പ് കാണിക്കാതെ ക്ഷമയോടെ മറുപടി നൽകാൻ ശ്രമിക്കുക. ഡേ 20 റീഡിംഗ് ടൈം. 20-ാം ദിവസം വായനയുടെ ലോകമാണ്. അവരോടൊപ്പം ചേർന്ന് ഒരു പുസ്തകം വായിക്കുകയോ ചിത്രങ്ങൾ നോക്കി കഥകൾ പറയുകയോ ചെയ്യുക. വായനയോടുള്ള ഇഷ്ടം വളർത്താൻ ഇതിലും നല്ലൊരു വഴിയുണ്ടാവില്ല. ഡേ 21 സ്മോൾ വിൻ. 3-ാം ആഴ്ചയിലെ അവസാന ദിവസം അവർ ഈ ആഴ്ച പഠിച്ച ഏതെങ്കിലും ഒരു പുതിയ കാര്യം, അത് ഒരു വാക്കാകാം അല്ലെങ്കിൽ ഒരു കൊച്ചു പാട്ടാകാം, അത് ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കുക. ഒരു കയ്യടി നൽകാൻ മറക്കരുത്. പഠനം എന്നത് വെറും പുസ്തകങ്ങൾ മാത്രമല്ല എന്ന് നമുക്കറിയാം. ഈ കൊച്ചു കാര്യങ്ങളിലൂടെ അവരുടെ അറിവിനെ നമുക്ക് ഒരുമിച്ച് വളർത്താം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ അനുഭവങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. പതിവ് പോലെ ഓരോ ദിവസത്തെയും ചലഞ്ചുകൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓർമ്മിപ്പിക്കാം. ഇതുവരെയും നമ്മുടെ കൂട്ടായ്മയിൽ അംഗമാകാത്തവർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അവസാന ആഴ്ചയിലെ ചലഞ്ചുമായി കാണാം. താങ്ക് യു.